മക്കളെ 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 നമ്മളിപ്പോൾ പെരിയ ചുരത്തിലെത്തിയിരിക്കുകയാണ്. പെരിയ ചുരം നേരെ ഗൂഡല്ലൂരിലേക്കാണ് ഇന്ന് യാത്ര. ഓക്കെ, എന്തൊരു തണുപ്പാന്നറിയാം, ഒരു രക്ഷയില്ല. പിന്നെ മാത്രമല്ല എന്തൊരു വൈബാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇത് പെരിയ ചുരം കേട്ടോ. പെരിയ ചുരം ഏതാണ്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ ഇത് നേരെ എത്തുന്നത് മാനന്തവാടിയിൽ നിന്ന് പിന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കാണ് ഇന്നത്തെ യാത്ര. സോ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള വൈബാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. നോക്കിയ സൈഡൊക്കെ എത്ര മനോഹരമെന്നറിയോ. ആ തണുപ്പുണ്ടല്ലോ, തണുപ്പ് നന്നായിട്ട് നമ്മളെ തഴുകി പോകുന്ന പോലെയാണ്. അടിപൊളിയാണ് ഇവിടുത്തെ തണുപ്പ്. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ, ഗൂഡല്ലൂരിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. മക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പെരിയ ചുരത്തുനിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ട് ഒരു മനോഹരമായ സ്ഥലത്താണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു സ്ഥലം നമ്മൾ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ഭാഗത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. ആ പെരിയ ചുരം കഴിഞ്ഞപാട് ഒരു 4-5 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ഈ മനോഹരമായ സ്ഥലം അടിപൊളിയാണ്, നല്ല വൈബാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ തണുപ്പ്, ഇതൊക്കെ ഇട്ടിട്ടാണുള്ളത്. കോട്ടൊക്കെ ഇട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചിട്ട് ഈ ഡിസംബർ ജനുവരി മാസം ഇവിടെ രക്ഷയില്ലാത്തൊരു തണുപ്പാണ്. നല്ല സുന്ദരമായ കാഴ്ചയാണ്, ഒരു രക്ഷയില്ല. എന്താ രസമെന്നറിയോ, നോക്കിയേ. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്താ പറയുക, നമ്മൾ മൂന്നാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഉള്ളത് ഈ വൈബ് കിട്ടുന്നത് വയനാട് മാത്രമാണ്. വയനാട്ടിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതായത് തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. വ്യൂ പോയിന്റ് എന്നല്ല, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. മക്കളെ, വീട്ടിലിങ്ങനെ വെറുതെ ചടഞ്ഞിരിക്കാതെ ഇങ്ങോട്ടൊന്ന് പോരി. ഈ ഡിസംബറും ജനുവരി മാസമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഇല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരി, കിടന്നുറങ്ങണ്ട. ഓക്കെ, ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നേരെ ഗൂഡല്ലൂരിലേക്ക് ഇവിടുന്ന് 28 കിലോമീറ്റർ ആണേ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കുള്ള അങ്ങനെ നമ്മൾ മസിനഗുഡിയിലെത്തിയിട്ടുണ്ട്. മസിനഗുഡിയിലെത്തിയപ്പോൾ എനിക്കങ്ങനെ വലിയ കുറച്ചൊരു എന്താ പറയുക, അത്ര വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. ആൾക്കാർ പറയുന്നത് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന അങ്ങനെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്കതൊന്നും അത്ര വലിയതൊന്നും തോന്നിയില്ല കേട്ടോ. ഇത് ഫോറസ്റ്റ് റേഞ്ച് ആണ്, പക്ഷെ വലിയ ഓക്കെ എല്ലാവർക്കും പറയാം അങ്ങനെ മസിനഗുഡി അതൊരു വൈറലായതാണ് മസിനഗുഡിയാണ്. അപ്പോൾ ആക്ച്വലി വലിയ ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുവഴി ഊട്ടിയിലേക്ക് പോകുന്നത് അത്ര വലിയ ഒരു റിസ്ക്കാണ്, ഫുൾ അങ്ങോളം പോകണ്ടേ. അതുകൊണ്ട് ഇവിടുന്ന് തിരിക്കുന്നത് ഞാൻ ഗൂഡല്ലൂർ വരെ വരുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഗൂഡല്ലൂരും വലിയ ഗുണമൊന്നുമില്ല കാണാൻ. പക്ഷേ ഓക്കെ, അത് പെട്ടെന്ന് ഒരാൾക്ക് വരാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ, ഇതുവരെ കാണാത്ത തരത്തിലാണെങ്കിൽ അത്യാവശ്യം രസമുണ്ടാവും. ഇപ്പോൾ നോക്ക്, എല്ലാവരും ഒന്ന് വന്ന് നോക്ക്. ചിലവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. ഇതാണ് ഗൂഡല്ലൂർ കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്, ജീപ്പൊക്കെ എൻട്രിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ തിരിച്ച് നാട്ടിലേക്കാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഈ ഗൂഡല്ലൂരിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ഗൂഡല്ലൂരിൽ നിന്ന് മസിനഗുഡി വരെ എത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 24 കിലോമീറ്റർ ഉണ്ട്.
അപ്പോൾ അത് താണ്ടി കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല എന്ന് പറയാം, ഒരു മീഡിയം. അപ്പോൾ അതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ അത്യാവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം. കുറേ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആരും ഇല്ലാത്തൊരു വഴിയൊന്നുമല്ല, എന്നാലും നമുക്ക് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, പിന്നെ മസനഗുഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, അതായത് ഊട്ടിയിലേക്കെല്ലാം നമുക്ക് ഇതുവഴി പോവാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഊട്ടി വഴി മസനഗുഡി വഴി പോകുന്നതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നമുക്ക് എടുക്കാം. മസനഗുഡി വഴി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. ഇവിടെ മസനഗുഡി എത്തിക്കഴിഞ്ഞാൽ